ഇപ്പോൾ നമ്മുടെ എല്ലാവരും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സ്മാർട്ട് ഫോണുകളിലും ക്യാമറ ഭയങ്കര പവർഫുൾ ആണ്. നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള വീഡിയോ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ ആ ക്യാമറ തന്നെ ധാരാളമാണ്. പക്ഷേ നമ്മൾ നല്ല ക്യാമറ ഉണ്ടായിട്ട് പോലും നമ്മുടെ സ്മാർട്ട് ഫോണുകളിലുള്ള ക്യാമറയുടെ കൺട്രോൾ വളരെ പരിമിതമാണെന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നമുക്കൊരു പ്രത്യേകിച്ച് കൺട്രോളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ സ്മാർട്ട് ഫോൺ പ്രൊവൈഡേഴ്സ് എന്താണ് തരുന്നത് നമുക്കത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഒരു DSLR ആണെങ്കിൽ നമുക്കതിൻ്റെ പിക്ചർ മോഡെല്ലാം ഒരു പ്രൊഫഷണൽ ലെവൽ ഫോട്ടോ എടുക്കാനെല്ലാം നമുക്കതിൻ്റെ സെറ്റിങ്സ് എല്ലാം കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് വളരെ നല്ല ക്വാളിറ്റിയുള്ള പിക്ചേഴ്സ് എടുക്കാൻ പോസിബിളാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു DSLR ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ടൈപ്പ് ഓഫ് വീഡിയോ കണ്ടൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. ബിഫോർ വി സ്റ്റാർട്ട്, എൻ്റെ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊരിക്കലും പോസിബിൾ ആവില്ലായിരുന്നു. ഇത്രയും ഒരു ഷോർട്ട് പീരീഡിൽ 1K സബ്സ്ക്രൈബേഴ്സ് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു 1 ഇയറിനൊക്കെ മേലെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. ബട്ട് ഇൻ 120 ഡേയ്സ് 1K സബ്സ്ക്രൈബേഴ്സ് ഫുള്ളായി. സോ താങ്ക് യു സോ മച്ച് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. സോ ഫിലിമിക് പ്രോ എന്ന ആപ്പ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അമേസിംഗ് ആയിട്ടുള്ള സിനിമാറ്റിക് ടൈപ്പ് ഓഫ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സിന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ്. മാത്രമല്ല നമുക്ക് നമ്മുടെ ഫാമിലിയുടെ വീഡിയോസ് ഒക്കെ എടുക്കാൻ അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഇമാജിനേഷൻസ്. ലെറ്റ് us start. നമുക്ക് നമ്മുടെ ഫിലിമിക് പ്രോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇത് ബേസിക്കലി ഒരു പെയ്ഡ് ആപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇൻ്റർഫേസാണ് ഡീഫോൾട്ടായിട്ട് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഓരോരോ സെറ്റിങ്സായിട്ട് നമുക്ക് പോയി പരിചയപ്പെടാം. സോ ഫസ്റ്റ് നമുക്ക് സെറ്റിങ്സിൽ പോവാം. അതിൽ നമ്മൾ റെസൊല്യൂഷൻ എടുക്കാം. റെസൊല്യൂഷനിലാണ് നമ്മൾ ഏതാണ് ഫോണിൻ്റെ ഇപ്പം നമുക്ക് മേലെ കാണാം ഒരുപാട് സ്ക്രീനിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ആണെങ്കിൽ നമുക്ക് 1:1, അല്ലെങ്കിൽ നമുക്കൊരു മൂവി ടൈപ്പ് ആണെങ്കിൽ മേലും താഴെ ഓവർലേ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഫോൺ സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ ഏതാണോ അത് നമുക്ക് തേർഡ് ടാപ്പിൽ HD 1080p എന്നുള്ള ആ സ്ഥലത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. എത്ര ഹൈ ക്വാളിറ്റി വേണോ അപ്പം നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഫോണ് 2K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 3K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രീം ഹൈ ക്വാളിറ്റി വീഡിയോ വേണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 4K റെസൊല്യൂഷൻ എടുക്കുന്നത്. നമുക്ക് എക്സ്ട്രീം ഹൈ ക്വാളിറ്റി വേണമെങ്കിൽ നമുക്ക് 4K ചെയ്യാം. പിന്നെ അതിന് താഴത്ത് ഇതിൻ്റെ ഈ സേവ് ചെയ്യുമ്പോഴുള്ള മോഡ് എക്കണോമി മോഡാണെങ്കിൽ വളരെ ചെറിയ ഇമേജ് സൈസ് ആയിരിക്കും. പക്ഷേ നമുക്ക് ആപ്പിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കുറച്ചും കൂടെ കൂടിയിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ബെസ്റ്റ് ഫിലിമിക് ക്വാളിറ്റി അല്ലെങ്കിൽ ഫിലിമിക് എക്സ്ട്രീം. ഫയൽ സൈസ് കുറച്ച് വലുതായിരിക്കും, പക്ഷേ എപ്പോഴും നല്ല ക്വാളിറ്റി വേണമെങ്കിൽ അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ റിക്വയർമെൻറ്റ് എങ്ങനെയാണോ അതിന് വേണ്ട സെറ്റിങ്സ് അവിടെ സെലക്ട് ചെയ്യാം. സെറ്റിങ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീനിന് പുറത്തേക്ക് വരണമെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തുനിന്ന് ടാപ്പ് ചെയ്യാം. ആ സ്ക്രീനിൽ എടുത്തിട്ട് ഫ്രെയിം റേറ്റ് നമുക്ക് നോർമലി വീഡിയോസ് ആണെങ്കിൽ നമുക്ക് 24 ക്യാപ്ചർ ഫ്രെയിം റേറ്റും അതുപോലെ തന്നെ പ്ലേബാക്കും 24 സെറ്റ് ചെയ്യുക. ഇനി നമുക്കൊരു സ്ലോ മോഷൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ടൈം ലാപ്സ് ചെയ്യണമെങ്കിലോ നമുക്കതിനനുസരിച്ച് മേലെ ഫ്രെയിം റേറ്റിൽ സെറ്റിങ്സ് മാറ്റി കൊടുക്കാം. നമ്മുടെ ഫോണിലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോൺ സപ്പോർട്ടിന് അത്രയും സ്പീഡിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടുത്തെ ഓഡിയോ പോയി വെക്കാം. ഇപ്പം നമുക്ക് എക്സ്റ്റേണൽ ഹെഡ്ഫോൺ ഉണ്ട്. ഇപ്പോൾ ഞാൻ എക്സ്റ്റേണൽ ഹെഡ്ഫോൺ ഇതിൽ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഹെഡ്സെറ്റ് മൈക്രോഫോൺ കാണിക്കുന്നത്. നമുക്കത് വേണമെങ്കിൽ ഫോണിൻ്റെ മൈക്കിലേക്ക് മാറ്റാം. നമുക്ക് ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ നമ്മുടെ ഓഡിയോ സേവിങ് മോഡ് APCM മോഡ് അത് ചെയ്യാം. അടുത്ത് നമുക്ക് ഡിവൈസ് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് റെക്കോർഡ് ചെയ്യുന്നത് ക്യാമറ റോളിൽ ചെയ്യണോ അല്ലെങ്കിൽ ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യണോ, അങ്ങനെ ഫോണുമായി റിലേറ്റ് ചെയ്ത് ഡിവൈസിലേക്ക് വേണ്ട സെറ്റിങ്സ് ആണ് അടുത്ത ഡിവൈസ് സെറ്റിങ്സിൽ വരുന്നത്. അപ്പം ഇതിൽ കാര്യമായിട്ട് ഇപ്പം നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. അടുത്തത് നമുക്ക് ഹാർഡ്വെയർ പോയി നോക്കാം. നമ്മുടെ ഒരുപാട് ട്രൈപോഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം അത് ഈ ആപ്പ് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റെബിലൈസേഴ്സ് അങ്ങനത്തെ ഹാർഡ്വെയർ ഡിവൈസുകളുടെ ലിസ്റ്റാണിത്. അപ്പോൾ നമുക്കതുണ്ടെങ്കിൽ നമുക്കത് കോൺഫിഗർ ചെയ്യാം. കാരണം നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റൊക്കെ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോണിൽ മൾട്ടിപ്പിൾ ക്യാമറാസ് ഉണ്ട്, വൈഡ് ആംഗിൾ ടെലിസ്കോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതിലാണ് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സെറ്റിങ്സ് പെർട്ടിക്കുലർലി ആ ഒരു ക്യാമറയ്ക്ക് വേണ്ടി ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് സെൽഫി നോക്കുമ്പം
സെൽഫി ക്യാമറ വെച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ വൈഡ് ആംഗിൾ വെച്ച് തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ചെയ്ത സെറ്റിങ്സ് നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള പേരിൽ ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ 4K എന്നുള്ള ഞാൻ നോർമൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പേർപ്പസിന് ഒരു 4K പ്രീസെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം സെറ്റിങ്സ് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രീസെറ്റായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്താൽ മതി. ഇനി താഴെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ലൈൻ കാണാം. ആ ലൈൻ ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയോ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അത് താഴെ കൊണ്ടുവരുമ്പോൾ ഓഡിയോ ലെവൽ താഴോട്ട് വരും. അത് മേലോട്ട് കൊണ്ടുകഴിഞ്ഞാൽ നമുക്കപ്പം എത്ര ലൗഡായിട്ട് ഇത് സേവ് ചെയ്യണം എന്നുള്ളത് നോക്കാം. പിന്നെ അതേപോലെ അവിടെ കാണുന്ന ആ യെല്ലോ കളറ് നമ്മുടെ ഫോണിൻ്റെ എത്ര സ്പേസ് അവൈലബിൾ ആണ്, അതിന് മേലെ കാണിക്കുന്ന റെഡ് ബാർ നമ്മുടെ ഫോണിൻ്റെ ചാർജർ എത്ര ചാർജ് ഉണ്ടെന്നുള്ള ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. അടുത്തുള്ള ഈ സ്ലൈഡറിൽ നമുക്ക് സൂം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് മാനുവലി സൂം കൺട്രോൾ ചെയ്യാനുള്ള സ്ലൈഡറാണ് എക്സ്ട്രീം റൈറ്റിലുള്ള. അതേപോലെ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഫോക്കസാണ്. ഇത് നമുക്ക് എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് അത് നമ്മൾ എക്സ്പോഷർ കൺട്രോളാണ്. സ്ക്വയറുള്ളത്, സർക്കിളുള്ളത് ഫോക്കസാണ്. അപ്പോൾ നമുക്ക് എക്സ്പോഷർ എത്ര ലൈറ്റ് ഇതിൽ വേണമെന്നുള്ള കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോഷറും ഫോക്കസും ലോക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാൻ ഫോക്കസിൻ്റെ കൈ വെച്ചിട്ട് കയ്യിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് മാറ്റാൻ പോവാണ്. എന്നിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളർ വന്നു കഴിഞ്ഞാൽ ലോക്കായി. അങ്ങനെ നമുക്ക് നമ്മുടെ ഫോക്കസ് ലോക്ക് ചെയ്യാം. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്കാണ് ഇപ്പം ക്യാമറ ഫോക്കസ് ചെയ്യുക. പിന്നെ നമുക്ക് അവിടുന്ന് ഇമേജ് മാറിക്കഴിഞ്ഞാലും ഫോക്കസ് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ തന്നെ ആവും. പിന്നെ മേലെയുള്ള ഈ ഒരു ഓട്ടോമാറ്റിക് സെറ്റിന് നമുക്ക് ഒരുപാട് പ്രീസെറ്റ്സ് അതിൻ്റെ ലൈറ്റ് എക്സ്പോഷർ ലെവലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു സംഭവത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്ത അത് ടാപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോക്കസ് അതേപോലെ സൂം നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാം. ഒരു റിംഗ് ടൈപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ. അതേപോലെ തന്നെ ഫോക്കസ് ലോക്ക് ചെയ്തിട്ട് അതേപോലെ നമുക്ക് സൂം ലോക്ക് ചെയ്യുമ്പോൾ സെയിം സൈഡിൽ ഇവിടെ നമുക്ക് എക്സ്പോഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാം ഷട്ടർ സ്പീഡും ISOയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാം. നമ്മൾ നോർമൽ ക്യാമറയുടെ ഡീഫോൾട്ട് ആപ്പ് വെച്ചിട്ട് നമുക്കൊരിക്കലും കണ്ടിട്ട് ഇപ്പോൾ ഷട്ടർ ലോക്ക് ചെയ്തിട്ടുണ്ട്, ISO ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറയുടെ മാക്സിമം കേപ്പബിലിറ്റി ഈ സെറ്റിങ്സ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കുമ്പോൾ കാണാം എത്ര ഫ്രെയിം റേറ്റ് ഉണ്ട്. അത് അടുത്ത് തന്നെ നമുക്ക് വൈറ്റ് ബാലൻസ് ആണ്. വൈറ്റ് ബാലൻസ് നോർമലി ഞാനൊക്കെ യൂസ് ചെയ്യാറ് ഓട്ടോമാറ്റിക് വൈറ്റ് ബാലൻസ് ചെക്ക് ചെയ്യാറാണ്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ക്യാപ്ചർ ചെയ്യുന്ന വീഡിയോക്ക് WB ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വൈറ്റ് ബാലൻസ് ലോക്കാവും. ഇനി നമുക്ക് കുറച്ച് ഒരു ടിൻറ്റ് കൊടുക്കണോ അല്ലെങ്കിൽ ഒരു വാംത്ത് കൊടുക്കണോ അതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആ ഒരു വലിയ സ്ക്വയറിലുള്ള അവിടെ വെച്ച് കൺട്രോൾ ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു പെയ്ഡ് ആപ്പ് വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക ഈ കളർ കോമ്പിനേഷൻ എല്ലാം മാച്ച് ചെയ്യുന്നതാണ്. കളർ എഡിറ്റിങ്ങിന് വേണ്ടി നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് കളേഴ്സ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ എന്നാലും ഇത് പെയ്ഡ് ആപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഇതിങ്ങനെ കൺട്രോൾ ചെയ്യാം. സോ നോർമലി ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറ് ഓട്ടോമാറ്റിക് വൈറ്റ് ബാലൻസ് ആണ്. ഇനി നിങ്ങളുടെ യൂസ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ നമുക്ക് അത് മാനുവൽ മാറ്റി ഈ ഒരു സംഭവത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ ഫോക്കസ് ചെയ്തു. ഇനി നമുക്കത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ആ വൈറ്റ് ഇതിൽ ടാപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് റെക്കോർഡ് ചെയ്ത വീഡിയോ പ്ലേ ചെയ്യണമെന്നെങ്കിൽ ആ പ്ലേബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് എല്ലാം നമുക്ക് പ്ലേബാക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി ഞാൻ തിരിച്ചു വരുന്നവരെ അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.